നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പ് കഴിഞ്ഞു. 40 ദിവസക്കാലം നമ്മൾ ആഘോഷമാക്കിയ വേൾഡ് കപ്പിന് കൊടിയിറക്കി. സ്പെയിന് കിരീടം ചൂടി, അർഹിച്ച കിരീടം അവർ സ്വന്തമാക്കി. ഇന്നലെ ഷിയാബ് സർ എൻ്റെ ബ്രെയിന് കൊണ്ട് ചിന്തിക്കുമ്പോൾ സ്പെയിനാണ് ജേതാക്കളെന്ന് പറഞ്ഞിരുന്നു. നമ്മളെ കൂടി ഹൃദയം കൊണ്ട് ചിന്തിപ്പിച്ചത് അർജൻറ്റീന എന്ന് പിന്നെ നിർബന്ധിച്ച് പറയിച്ചതാണ്. പക്ഷേ ലോജിക്കലി എല്ലാവരും അനലൈസ് ചെയ്തിരുന്നത് സ്പെയിനാണ് അപ്രമാദിത്വം പുലർത്തുക എന്നാണ്. പക്ഷേ വല്ലാത്തൊരു ആധിപത്യമായി പോയി. അർജൻറ്റീന ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. 1994 വേൾഡ് കപ്പ് മുതൽ എല്ലാ വേൾഡ് കപ്പിൻ്റെ ഫൈനലുകളും കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മോശം വേൾഡ് കപ്പ് ഫൈനലാണെന്ന് ഞാനിതിനെ വിലയിരുത്തും. എന്തായാലും ഈ കളിയെ കുറിച്ച് വിശദമായിട്ട് വിലയിരുത്താൻ വേണ്ടി നമ്മോടൊപ്പം ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. ഇന്നലെ എന്താ സംഭവിച്ചത് ഇന്ന് പുലർച്ചെ? സാർ, ഇന്നലെ പ്രിവ്യൂ പറഞ്ഞപ്പോൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വളരെ ഹൈപ്പുള്ള ഒരു വേൾഡ് കപ്പ് ഫൈനലാണ്. അതായത് ഫസ്റ്റ് സെക്കൻഡ് റാങ്കിൽ വരുന്ന, അതേപോലെ യൂറോപ്യൻ ചാമ്പ്യൻസും കോപ്പ അമേരിക്കൻ ചാമ്പ്യൻസും വൻകര ചാമ്പ്യന്മാർ ഒക്കെ വരുന്നതിൽ, അതേപോലെ തന്നെ ജനറേഷണൽ ഷിഫ്റ്റ് വരുന്ന മെസ്സിയും യമാലും തമ്മിലുള്ളത്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സവിശേഷതകളൊക്കെയുള്ള ടൂർണമെൻറ്റിൻ്റെ ഒരു പരിസമാപ്തി ഫൈനൽ, അതിൽ ഒരുപാട് ഹൈപ്പ്, അത് എത്രത്തോളം ആവേശകരാകും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ മറുപടി പറഞ്ഞത് സംബന്ധിച്ചെങ്കിൽ, സ്പെയിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പൊസഷൻ ഗെയിമുണ്ട്, അത് ഒരു ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ രീതിയോട് എങ്ങനെ അർജന്റീന റെസ്പോണ്ട് ചെയ്യുന്നു, അത് എങ്ങനെയാണ് ആക്ച്വലി ഇത് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തെങ്കിൽ, അതായത് പുതിയ ടാക്ടിക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചേഞ്ചുകളിലൂടെയൊക്കെ അർജന്റീന ശ്രമിക്കാം, അങ്ങനെ ഒരു ഗെയിം പ്ലാനുമായിട്ട് വരികയാണെന്നെങ്കിൽ, ആ രീതിയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മത്സരം ആവേശകരാകും. അതല്ല, സ്പെയിനുമായിട്ട് മത്സരിക്കാൻ, മിഡ്ഫീൽഡ് ഡോമിനേഷന് വേണ്ടിയിട്ട് മത്സരിക്കാൻ, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അർജന്റീന ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ അർജന്റീനയുടെ ക്വാളിറ്റി, ടെക്നിക്കൽ ക്വാളിറ്റിയിട്ട് അതിന് ശ്രമിക്കുക, അത് ഫിസിക്കൽ രൂപത്തിലേക്ക് പോകും, കളി ഒരു സ്പോയിലർ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി എന്താ പറയുക, നമ്മൾ വേൾഡ് കപ്പ് ഫൈനലുകളിലെ ഏറ്റവും ഒരു വൺ സൈഡ് ലോപ്പ് സൈഡഡ് ആയിട്ടുള്ള ഒരു ഫൈനലായിട്ട് മാറി, ഒരു സ്പോയിലർ ആയിട്ട് ഇത് മാറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട് പോലും ഓൺ ടാർഗറ്റിലേക്ക് ഇല്ലാതെ ആകെ 2 ഷോട്ടുകൾ അടിക്കുന്നത് തന്നെ ഇവരൊരു ഗോള് വഴങ്ങി എക്സ്ട്രാ ടൈമിൻ്റെ 117ാമത്തെ മിനിറ്റിൽ, അതായത് ഒരു ഗോളിന് പുറകെ പോയി കളി തീരാനായപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന 2 ഷോട്ടുകൾ മാത്രമാണ് ആകെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ കളിക്കളത്തിൽ വളരെ എന്താ പറയുക, ലക്ഷറിയോടുകൂടി കളി കണ്ട മനുഷ്യൻ സ്പെയിനിൻ്റെ ഗോൾ കീപ്പറായിരിക്കും. അവിടെ തന്നെ വളരെ അടുത്ത് നിന്നിട്ട് കളി ഇങ്ങനെ കാണുന്ന ഒരു അവസ്ഥ. അർജന്റീനയുടെ ഇരട്ടി പാസുകളാണ് സ്പെയിന് കൊടുത്തതെന്നുള്ളത് തന്നെ കളിയുടെ അവരുടെ ഡൊമിനേഷൻ കാണിക്കുന്നുണ്ട്. അതായത് 100 പാസുകളധികം അവർ സക്സസ്ഫുൾ ആയിട്ട് കൊടുത്തു. 400 പാസുകളോളമാണ് ആകെ അർജന്റീന കൊടുത്തത്. അതും ബാക്ക്, അതായത് ഡിഫെൻസീവ് തേർഡിലാണ് ആ പാസുകളൊക്കെ അവരധികം കൊടുത്തതെന്നുള്ളതാണ്. സത്യത്തിൽ അർജന്റീനയ്ക്ക് ടാക്ടിക്സ് പാളിപ്പോയതല്ലേ? അതല്ല, അർജന്റീനയ്ക്ക് ഈ സ്പെയിനോട് മുട്ടാനൊന്നുള്ള ടീമില്ല, ഒരു ഭാഗ്യത്തിന് ഇങ്ങനെ അതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അർജന്റീനയുടെ ഇന്നലെ നമ്മൾ അരമണിക്കൂറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഒരു സ്പെയിനിൻ്റെ തേർഡിൽ 2 പാസ്സാണ് ആകണ്ടായത്. 2 പാസ് അരമണിക്കൂറിനുള്ളിൽ. ബോക്സിലാണെങ്കിൽ 0 ടച്ചാണ്. 0 ടച്ച്. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അർജന്റീനയുടെ, നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ മെസ്സിയുടെ പെർഫോമൻസും അതേപോലെ തന്നെ ആ ടീം എന്ന് പറയുന്നത് ചെറിയ ടീമുകൾ, ഗ്രൂപ്പ് സ്റ്റേജുകൾ നമ്മളത് കവർ ചെയ്യപ്പെട്ടിരുന്ന അർജന്റീനയുടെ നമ്മൾ വൾണറബിലിറ്റി നമ്മൾ അറിയാൻ പറ്റിയിരുന്നില്ല. പക്ഷെ നോക്കൗട്ടിലേക്ക് കടന്നപ്പോൾ കേബോ വെർദെ, ഈജിപ്റ്റ്, ഇങ്ങനെയുള്ള ടീമുകളായിട്ടൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി അർജന്റീന എന്ന് പറയുന്നത് എത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇത് ആക്ച്വലി ഇത് എത്രത്തോളം പോകും എന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നു. ഒരു ക്വാളിറ്റി ടീം കിട്ടുന്നത് ഇംഗ്ലണ്ടിലാണ്. അവിടെ ആക്ച്വലി എന്ന് പറയുന്നത് മറ്റുഷലിന്റെ മോശമായിട്ടുള്ള ഒരു ടാക്ടിക്സിലെ പിഴവ് കൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, അർജന്റീന തിരിച്ചു വരാനുള്ള രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ അർജന്റീന എന്ന് പറയുന്ന ടീം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മെസ്സിയെ ഒഴിവാക്കി കഴിഞ്ഞെങ്കിൽ, മെസ്സി കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മെസ്സി ഒരുമ്പിടുക അർജന്റീന ഒരു ടീമായിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ മെസ്സിക്ക് ഇന്നലെ എന്താ പറയുക, ടൂത്ത്ലെസ് ആയിരുന്നു, ഹെൽപ്ലെസ് ആയിരുന്നു. ഇങ്ങനെ നിസ്സഹായനായിട്ടുള്ള ഒരു മെസ്സിയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് പല കാരണങ്ങളുണ്ട്. നമ്മുടെ സ്പെയിനിൻ്റെ ഒരു ഡൊമിനേഷൻ, മിഡ്ഫീൽഡ് അവർ ഡൊമിനേറ്റ് ചെയ്തു. വളരെ അനായാസം അവർ ബോളുകളുമായിട്ട് അർജന്റീനയുടെ ഏരിയയിലേക്ക് വന്നു. അതിനൊരു കൗണ്ടർ കൊടുക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞതുമില്ല. അതിന് കോച്ച് പറയുന്ന ഒരു പ്രധാന കാര്യം ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാണ്. അതായത് കളിക്ക് മുമ്പ് തന്നെ ലിയാൻഡ്രോ പെരേഡസ് 100% ഫിറ്റ് അല്ല എന്നുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ്. നമ്മൾ ഇന്നലെ ഇത് പ്രിവ്യൂവിൽ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പെരേഡസ് 100% ഫിറ്റ് അല്ലായിരുന്നു. പിന്നെ നിർബന്ധിതമായിട്ട് 2ാം പകുതിയിൽ ഇറക്കേണ്ടി വന്നതാണ്. നിക്കോ ഗോൺസാലസിനെ മധ്യനിരയിൽ ഇറക്കി.
സോ പരേഡസ് ഇല്ല എന്ന് വരുമ്പോഴേക്കും ഒരു ഡിഫെൻസീവ് ഷീൽഡ് ഇല്ല എന്നുള്ളൊരു ഫീൽ അവിടെ ഉണ്ടാകുന്നു. രണ്ട് സെൻറ്റർ ബാക്ക്മാർക്കും ഫിസിക്കലി ഇഷ്യൂ ഉണ്ടായിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസിനും ക്യൂട്ടി റൊമേറോക്കും രണ്ടുപേർക്കും ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങേണ്ടിയും വന്നു. അതിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ആണെങ്കിൽ ആദ്യ പകുതിയുടെ അവസാനം തന്നെ പിൻവാങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. അപ്പോൾ അർജൻറ്റീനക്ക് ഈ ഫിസിക്കൽ ഇഷ്യൂ കൂടി വന്നപ്പോൾ ഇന്നലെ തന്നെ സാറ് പറഞ്ഞൊരു കാര്യമാണ്, അർജൻറ്റീനയുടെ ഈ സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ നടത്താനുള്ള ഓൾട്ടർനേറ്റീവ്സ് വളരെ കുറവാണ്, ഉള്ളത് വെച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. സ്പെയിനിന് അങ്ങനെയല്ല, സൂപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വരാണ്ട് ഉണ്ട്. ടോറസാണ് ഗോൾ അടിച്ചത്, ഉണ്ട് നിക്കോ വില്യംസ് ആണ് അസിസ്റ്റ് കൊടുത്തത്, അങ്ങനെ അലക്സ് ബയനക്ക് പകരമാണ് അപ്പൊ നിക്കോ വില്യംസ് വരുന്നത്, പെഡ്രിയാണ് പിന്നെ ഫാബിയൻ റൂയിസിന് വരുന്നത്. അതുപോലെയല്ല അർജന്റീനയ്ക്കുള്ള ബെഞ്ച് സ്ട്രെങ്ത് എന്നും സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മാച്ചല്ലേ. അർജന്റീനയ്ക്ക് ഈ ഫിസിക്കൽ ഇഷ്യൂ കൂടി വന്നപ്പോൾ ഫൈനലിന് മുമ്പേ തോറ്റൊരവസ്ഥ ഉണ്ടായിരുന്നില്ലേ കളി തുടങ്ങുന്നതിന് മുമ്പേ? അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ അർജന്റീന ഒരു പക്ഷേ 2 എക്സ്ട്രാ ടൈം നോക്കൗട്ട് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എക്സോഷൻ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ടീമിലേക്ക് സ്പെയിൻ എന്ന് പറയുന്ന ടീമിനെ കുറിച്ച് അറിയാവുന്ന, അതുവരെ ഇതുവരെ കളിച്ച രീതി അറിയാം. അപ്പോൾ ഈ ടൂർണമെൻറ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗോളടിച്ച് കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞ് സ്പെയിനിൻ്റെ ഫസ്റ്റ് മത്സരം അവസാനത്തെ മത്സരം മാത്രമേ ഉള്ളൂ. ഇതിലെന്ന് പറയുന്നത് അവർക്ക് ഫിനിഷിങ്ങിൽ ക്ലിനിക്കലി ഒരു പരാജയപ്പെട്ടു തുടക്കത്തിൽ എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഉള്ള പരാജയം മാത്രമാണ്. അന്ന് 8 സേവുകൾ, 12 സേവുകൾ. ഇപ്പൊ വേൾഡ് കപ്പിലെ തന്നെ ഒരു ഫൈനലിലെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് നമ്പറാണ് ഈ 12 സേവ് എന്നൊക്കെ പറയുന്നത്. സ്റ്റാറ്റ്സ് റെഡിക്കുലസ് ആണ്. മൊത്തത്തിൽ നമ്മൾ സ്റ്റാറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെഡിക്കുലസ് ആയിട്ടുള്ള സ്റ്റാറ്റുകളാണ്. അപ്പൊ ഇതിൽ പറയാനുള്ളതാണ്, ഇപ്പൊ ഗെയിം പ്ലാൻ, വ്യക്തമായിട്ടൊരു ഗെയിം പ്ലാൻ, ഒരു സ്വാഭാവികമായിട്ട് എന്താ പറയുക, സ്പെയിൻ പോലെ ടീമിനെതിരെ ഒരു മറു രീതിയിലുള്ള ഒരു ഗെയിം പ്ലാന്, വ്യക്തമായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ട് ഗെയിം പ്ലാൻ കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ്. അതേ രീതിയിൽ ഫിസിക്കൽ രൂപത്തിലേക്ക്, സ്പോയിലർ രൂപത്തിലേക്ക്, ഫിസിക്കൽ രൂപത്തിലേക്ക് പോയി. മാക്കലിസ്റ്റർ ആണ്, ഗെൻസോ ഫെർണാണ്ടസ് ഒക്കെ കാർഡുകൾ വെറുതെ വാങ്ങിക്കൂട്ടി. 25 ഫൗളുകൾ, 5 യെല്ലോ കാർഡ്സ്, റെഡ് കാർഡ്. ഇപ്പൊ ഇങ്ങനെ കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന സില്ലിയാണ്. ഇപ്പൊ എൻസോ ഫെർണാണ്ടസ് കാർഡുകൾ വാങ്ങിക്കൂട്ടിയെന്ന് വെച്ചെങ്കിൽ ഒന്ന് നമ്മൾ വെറുതെ പ്രതിഷേധിച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ട് വെറുതെ അങ്ങനെ ചെയ്തിട്ട്, സെക്കൻഡ് 2 യെല്ലോ കാർഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ വെറുതെ ലേറ്റ് ചാലഞ്ചിലേക്ക് പോയിട്ട് അനാവശ്യമായിട്ട് വാങ്ങിക്കൂട്ടിയതാണ്. അപ്പം ഇങ്ങനത്തെ രീതിയിൽ വെറുതെ ഫിസിക്കലായിട്ടുള്ള ഒരു ഇതിലേക്ക് പോയി. പിന്നെ പ്രധാനപ്പെട്ട നമ്മൾ ഈ ഓവർ റിലയൻസ്, മെസ്സിയെ ഉള്ള ഓവർ റിലയൻസ് അത് പ്രകടമാണല്ലോ. മെസ്സി കളിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അർജന്റീന നമ്മൾ ഇന്നലെ കണ്ടു, കൃത്യമായിട്ട് കണ്ടാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞപ്പോൾ പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മെസ്സി ഇല്ലാത്ത അർജന്റീന ബിലോ ആവറേജ് ആണ് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ അനാലിസിസുകളിൽ പറഞ്ഞപ്പോൾ പലർക്കും അത് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം എനിക്ക് പ്രത്യേകം ചോദിക്കാനുള്ളത്, മെസ്സിക്കെതിരെ കൃത്യമായൊരു പ്ലാൻ എന്തായാലും സ്പെയിനിനുണ്ടായിരുന്നു. അതേസമയം സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾക്കെതിരെ അതെങ്ങനെ തടയണമെന്നൊരു പ്ലാൻ അർജന്റീനയ്ക്കില്ല എന്ന് പറയുമ്പോഴും അർജന്റീന ഫിസിക്കലി ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും കളി എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി. മാത്രമല്ല ഈവൻ 10 പേരായിട്ട് ചുരുങ്ങിയില്ലായിരുന്നെങ്കിൽ, അതായത് എൻസോ ഫെർണാണ്ടസ് റെഡ് കാർഡ് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഷൂട്ട് ഔട്ടിലേക്ക് അവർ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. അപ്പോൾ അർജന്റീന അവരോട് അങ്ങനെ മുട്ടിയിരുന്നാൽ നമുക്ക് പണി കിട്ടും എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് കളി ഒരു ഷൂട്ട് ഔട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണോ ത്രൂ ഔട്ട് നടത്തിയത്? അങ്ങനെയാണ് തുടക്കത്തിൽ നമുക്ക് പറയാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ സ്പെയിനായിട്ടൊന്ന് മാച്ച് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. അതേപോലെ അവർ ഫിസിക്കലി അവരുടെ ഒരു പൊസിഷൻ ഗെയിം അതേ രീതിയിൽ അർജന്റീന ഒന്ന് കളിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫ്രാൻസ് സ്പെയിൻ കളിച്ച സമയത്ത് അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രാൻസ് ഇതേപോലെ കളിച്ചു. അതേപോലെ മൊറോക്കോ ഫ്രാൻസ് കളിച്ച സമയത്ത് ഫ്രാൻസിനെ 8 അതേ രീതിയിൽ കളിക്കാൻ ശ്രമിച്ചു, പക്ഷെ എത്തിയില്ല എന്നുള്ളതാണ്, മാച്ച് ചെയ്യാൻ പറ്റിയില്ല. അതേ രീതിയിലുള്ള ശ്രമമാണ് അർജന്റീന ഭാഗത്ത് നടന്നത്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഫ്രസ്ട്രേഷന് വരുന്ന ഫിസിക്കൽ ആയിട്ടുള്ള രൂപത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ ആൽവരസിനൊക്കെ ബോൾ കിട്ടുന്നത് അവരുടെ ബോക്സിന്റെ ഭാഗത്ത് കിട്ടുന്നില്ലല്ലോ, ബോൾ കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് ഫ്രസ്ട്രേഷൻ കൊണ്ട് എന്ത് ചെയ്യുക, ഫൗൾ ചെയ്യുക, രീതിയിലേക്ക് ഫിസിക്കൽ രൂപത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു രൂപത്തിലേക്കൊക്കെ കളി പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് എന്തായാലും ഒരു എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി കളിച്ച ഒരു ടീമേ ഉള്ളൂ, അത് സ്പെയിനാണ്. അർജന്റീന എങ്ങനെയെങ്കിലും ഷൂട്ട് ഔട്ടിലേക്ക് പോവുക, എമി മാർട്ടിനസിൻ്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് വെച്ച് ജയിച്ചു പോവുക എന്നുള്ളതാണ് കരുതിയതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ 2 താരങ്ങളെ നമ്മൾ എടുത്തു പറയണം. ഒന്ന് തീർച്ചയായിട്ടും എമി മാർട്ടിനസാണ്. എമിലിയാനോ മാർട്ടിനസിൻ്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? യാതൊരു സംശയമില്ല. നമ്മൾ ഗോൾഡൻ ഗ്ലൗ കൊടുത്തല്ലോ, ഗോൾഡൻ ഗ്ലൗ അതെനിക്ക് തോന്നുന്നു അവര് ക്ലീൻ ഷീറ്റിൻ്റെ എണ്ണൊക്കെ നോക്കി കൊടുത്തതാണ്.
ഉനൈസ് സിമോൺ ഈ ടൂർണമെന്റിൽ ഉടനീളം കാര്യമായിട്ട് ഒരു പണി ഉണ്ടായിരുന്നു. കളിച്ചില്ല, കൈകൊണ്ടെങ്കിലും ഫൂട്ടോണ്ട കളിച്ചത് അല്ലെ. പലപ്പോഴും നമ്മള് ബോക്സിൽ നിന്ന് കയറിയിട്ട് നമ്മൾ സ്വീപ്പർ കീപ്പറുടെ ഒരു റോളാണ്, ആ റോളാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ടൂർണമെന്റിൽ ഉടനീളം ചെയ്തിട്ടുള്ളത്. ഇതിലും തന്നെ മെസ്സിയുടെ റൺ ഉണ്ടായിരുന്നു, തുടക്കത്തിൽ ഒരു റൺ ഉണ്ടായിരുന്നു. അത് വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ എത്തി ഒഴിവാക്കുന്നുണ്ട്. വേഗത ഉനൈസ് സിമോന്റെ ആ ഒരു വളരെ വേഗത്തിൽ എത്തിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നുണ്ട്, ഒന്ന് റഷ് ചെയ്തിട്ട് എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഉനൈസ് സിമോനാണ് ഗോൾഡൻ ഗ്ലൗ കൊടുത്തിട്ടുള്ളത്. ഞാൻ ആലോചിച്ചെന്ന് പറയുമ്പോൾ ഗ്ലൗ കൊണ്ട് അല്ലെങ്കിൽ എന്താ ഗോൾ സേവ് കൊണ്ട് സാധാരണ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരുപാട് ഗോൾ കീപ്പേഴ്സ് ഉണ്ട് ടൂർണമെന്റിൽ ഉണ്ട്. അപ്പൊ എമിലിയ മാർട്ടിനസ് തന്നെ ഗോളുകൾ വഴങ്ങിയിട്ട് അർജന്റീന ഒരുപാട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ല നല്ല സേവുകൾ ഈ ഒരു ഫൈനലിൽ തന്നെ ഒരുപാട് ഇത്ര സേവുകളാണ് നടത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളത് എമിലിയാനെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗോൾഡൻ ഗ്ലൗ കൊടുത്ത സമയത്തൊക്കെ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉനൈസ് സിമോനാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അസാധാരണ പ്രകടനമാണ് എമിലിയ മാർട്ടിനസിന്റെ. രണ്ടാമത്തെ ആളെ പറ്റി ചോദിക്കുന്നതിന് മുമ്പ് സാർ ഈ ഒരു നീക്കം പറഞ്ഞതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ചോദിക്കുകയാണ്. അതായത് മെസ്സി അങ്ങ് ഓടിക്കയറിയാണ് ആ സമയത്ത് ചെയ്യുന്നത്. അത് ബോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗോളാക്കാനും കഴിയുമായിരുന്നു. അപ്പോൾ ആ ഒരു ത്രെട്ട് കണ്ടിട്ട് ഉനൈസ് സിമോണിന് കയറി വന്ന് ക്ലിയർ ചെയ്യാൻ അർജന്റീന വീണ്ടും വീണ്ടും ശ്രമിക്കേണ്ടിയിരുന്നത് അത്ര നീക്കങ്ങൾക്കായിരുന്നില്ല. അത് പിന്നെ അങ്ങനെ കണ്ടില്ല. ഈ കൗണ്ടറിൽ പെട്ടെന്ന് വെർട്ടിക്കലായിട്ടുള്ളൊരു അറ്റാക്കിന് ശ്രമിച്ചില്ല. യെസ്, പെട്ടെന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ അർജന്റീനക്ക് ചെയ്യാവുന്നത് സംസാരിച്ചതാണ്. അത് മാത്രമല്ല വേറൊരു കാര്യം സംസാരിച്ചത് നമ്മൾ അർജന്റീനക്ക് ഒന്നുകൂടി ചെയ്യാവും നമ്മൾ സെറ്റ് പീസുകളിൽ നിന്ന്, അതുപോലെ ക്രോസുകളിലൂടെ വരാൻ പറ്റുമായിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ ഗോൾ അടിച്ചതിന് ശേഷം അവസാനത്തെ നിമിഷം അവിടെ ഒരു സ്പെയിനിന്റെ പെനാൽറ്റി ഏരിയയിൽ കുറച്ച് ആക്ച്വലി നമ്മൾ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയത് ഇങ്ങനെയുള്ള ക്രോസുകൾ അവിടെയാണ് ഒരു ഭീതി ഉണ്ടാക്കിയത്. ചിലപ്പോൾ ആ കോർണറുകൾ അതിൽ നിന്നൊക്കെയാണ്. അപ്പൊ അതേ രീതിയിലുള്ള അല്ലെ, അപ്പൊ അങ്ങനത്തെ നമ്മൾ അവിടെ ആ ഭാഗത്ത് ഷെയ്ക്ക് ആവുന്നുണ്ട്. ആ രീതിയിലേക്ക് ശ്രമിച്ചില്ലെന്നുള്ളതാണ്. ലോങ് പാസുകൾ കൊടുക്കായിരുന്നു, ബോക്സിൽ കിട്ടുകൊടുത്താൽ ആരെങ്കിലും കയറിയിട്ട് ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടപ്പൊരിച്ചിലിന് എന്തെങ്കിലും. കാരണം സ്പെയിനെ പോലുള്ള ടീമിനെ മാച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലൊക്കെ ഗോൾ അടിച്ചിട്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റും. അതിന് പോലും പറ്റിയില്ല എന്നുള്ളതാണ്. അവരെ കംഫർട്ട് സോണിൽ നിന്ന് അവരെ ഇളക്കണമായിരുന്നു. അതിന് പോലും ശ്രമിച്ചില്ല എന്നുള്ളതാണ്. ആ അവസാനത്തെ ആ ഗോൾ വീണതിന് ശേഷമുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ ഡിഫൻസ് ഷെയ്ക്കാവുന്നതും അവർ ഒന്ന് പാനിക്കാവുന്നതൊക്കെ നമ്മൾ കണ്ടു. അത് മെസ്സി തന്നെ വേണ്ടി വന്നു അതിനും ഒരുങ്ങി ഇറങ്ങി ഒന്ന് ഇളക്കിയെടുക്കാൻ. പക്ഷെ അപ്പോഴൊക്കെ അർജന്റീനയ്ക്ക് 10 പേര് മാത്രമായിട്ട് അർജന്റീന മാറി. ഇനി രണ്ടാമത്തെ ആളുടെ കാര്യം ഞാൻ ഒന്ന് എമി മാർട്ടിനസിന് ചോദിച്ചു. രണ്ടാമത്തെ ആൾ എനിക്ക് മെസ്സിയെ ചോദിക്കാനുള്ളത് 1990 മറഡോണ ഇങ്ങനെ അർജന്റീന സാറ് നേരത്തെ പ്രയോഗിച്ച പോലെ മുടന്തി പോയ അർജന്റീനയെ ഫൈനൽ വരെ എത്തിച്ചിട്ട് അവസാനം ഫൈനലിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ടീം തോൽക്കുകയാണ്. വെസ്റ്റ് ജർമ്മനിയോട് തോറ്റ് ആ ഒരു കിരീടം 1986 ജേതാക്കളാണ്. ഒരു കിരീടം അവിടെ അടിയറ വെക്കുകയാണ്. അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ മെസ്സിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ്. മെസ്സിയുടെ കാര്യം ആലോചിച്ച് ഭയങ്കര സങ്കടം ഉണ്ടായി. ഇന്നലെ നമ്മൾ ടൂർണമെന്റിൽ ഉടനീളം ഈ സെമി ഫൈനൽ വരെ എല്ലാ കളികളിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ അർജന്റീനയുടെ വിജയങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അർജന്റീന ഈ ടൂർണമെന്റിൽ ഒരു ഡ്രോയിലേക്ക് പോലും പോയിട്ടില്ല. എല്ലാ കളിയിലും ഗോള് ലീഡ് വഴങ്ങിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അത് മെസ്സിയുടെ ഒരു സ്വാധീനമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കളികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വഴി വെച്ചിട്ടുള്ള വരുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെസ്സിയാണ്. അപ്പൊ അത് സെമി വരെ വളരെ ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജിലാണെങ്കിൽ നോക്കൗട്ട് സ്റ്റേജുകളിലാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഫൈനലിലേക്ക് വന്നപ്പോൾ നമുക്ക് മെസ്സി എന്ന് പറയുന്ന ഒരാളെ നമുക്ക് അതിൽ ചിത്രത്തിലേ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം മെസ്സിയിലേക്ക് വരുന്ന ചാനലുകൾ, ആ ലൈനുകൾ, പാസുകൾ മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെസ്സിയെ ഡയറക്റ്റ് ആയിട്ട് ആവില്ല റോഡ്രിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. മെസ്സിയിലേക്ക് എത്തുന്ന ചാനലുകളായിരിക്കും എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക എന്നുള്ള. അതേപോലെ തന്നെ സംഭവിച്ചു. വളരെ ഇത്രയും നിസ്സഹായനായിട്ട് വളരെ ഹെൽപ്ലെസ് ആയിട്ട് അവസാനമാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ കാമായി തരുന്ന കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് മെസ്സിയിലെ നമ്മൾ ആ ഒരു ഇമോഷൻസ് ഔട്ട്ബേഴ്സ് നമ്മൾ കാണാൻ പറ്റുന്നത്, കരയണതൊക്കെ കണ്ടത്. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അത് കുബാസി തന്നെ പറയുന്നുണ്ട്, മെസ്സി ഇങ്ങനെ തോറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ വേദനയുണ്ട്, എൻ്റെ ഐഡോളാണെന്ന് സ്പെയിനിൻ്റെ താരം തന്നെ പറയുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ ഇതിൽ 2 ചോദ്യങ്ങൾ കൂടി ഞാൻ പ്രധാനമായിട്ട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാനായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, നമ്മളെപ്പോഴും പറയാറുള്ള അർജന്റീനയുടെ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി, വിട്ടുകൊടുക്കൂല, ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളൊരു മെൻറ്റാലിറ്റി, അത് വെച്ചിട്ടാണ് അവർ ഇത്രയും മുന്നോട്ട് പോയെന്ന് പറയാം. ഇതോ ചാമ്പ്യൻ മെൻറ്റാലിറ്റി? എവിടെ പോയി ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്നുള്ളതാണ്. ചാമ്പ്യൻ മെൻറ്റാലിറ്റി നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത് ഒന്ന് ടീമുകളുടെ ക്വാളിറ്റി, ഒപ്പണൻസിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു.
ഇപ്പം ഇതുവരെ നമ്മൾ നോക്കൗട്ടിലെ ചാമ്പ്യൻ മെന്റാലിറ്റി അവരുടെ അർജന്റീന ഭാഗത്ത് ഓക്കെ അവരുടെ ഈ റെസിലിയൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഗെയിം റീഡ് ചെയ്തിട്ട് നമ്മൾ കളിയിലേക്ക് തിരിച്ചുള്ള കഴിവുകളൊക്കെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കെബോ വെർദെ. പക്ഷേ ടീമുകളുടെ ക്വാളിറ്റി കൂടി നമ്മൾ നോക്കണം. കെബോ വെർദെ എന്ന് പറഞ്ഞ ടീം ഒന്ന് റിലേറ്റീവ്ലി വളരെ പുതുതായിട്ടുള്ള ഒരു ടീമാണ്. അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന ഈജിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന പോലെ നോക്കൗട്ടിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അർജന്റീനയെ സംബന്ധിച്ചുള്ള ഒരു ഈസി ടീമായിട്ടുള്ളതായിരുന്നു. പക്ഷേ അർജന്റീന സ്വയം വരുത്തി വെച്ചുള്ള ബുദ്ധിമുട്ടാക്കിയതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ സ്വിറ്റ്സർലൻഡായിട്ടുള്ള കളിയിൽ. പക്ഷേ സ്വിറ്റ്സർലൻഡ് ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള ടീമാണ്. അവർക്ക് എങ്ങനെ പറയാം, മെസ്സി ഒന്നുകൂടി കൂട്ടി ഫസ്റ്റ് ഹാഫിലൊക്കെ മെസ്സിക്ക് വേണ്ട ഇതിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇംഗ്ലണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ കാര്യങ്ങൾ ചെയ്ത് മെസ്സിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കണ്ടിട്ടുള്ളത് അവർ ഗോൾ അടിച്ചതിന് ശേഷമാണ് അവരുടെ ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു മാറ്റം വളരെ അതൊരു ഫെയിലിയറാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിന് ശേഷം കളിയിലേക്ക് തിരിച്ചു വന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ നമ്മൾക്ക് കഴിയുമായിരുന്നു എന്നുള്ളത്. അതായത് ഇംഗ്ലണ്ടിൻ്റെ എതിർ ടീമുകളുടെ വൾണറബിലിറ്റി കൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു വൾണറബിൾ ആയിട്ടുള്ള സംഭവം സ്പെയിനിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റില്ല. സ്പെയിൻ അത് കൃത്യമായിട്ട് അടക്കാനുള്ള എല്ലാ ഒരു ടെക്നിക്കലായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ടീമാണ് സ്പെയിന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അർജന്റീന ഒരുപാട് സ്പോയിലേഴ്സിനെ ശ്രമിച്ചു. ഫിസിക്കലി കൊണ്ടുവന്ന് അവരെ ഒരു ബെയ്റ്റ് ഒരു ഇരട്ട് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ സ്പെയിന് വീണില്ലല്ലോ. സ്പെയിന് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സ്പീഡ് പാസുകൾ കൊണ്ട് തന്നെ കളിച്ച് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, അതിനൊക്കെ മറികടന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി, ഒരു ടെക്നിക്കൽ ക്വാളിറ്റി സ്പെയിനുണ്ട്. അങ്ങനെ മറികടന്നു എന്നുള്ളതാണ്. പിന്നെ അപ്പം ഒരു ചോദ്യം കൂടി ഉള്ളത്, മെസ്സി ഇതിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ഗോൾഡൻ ബോൾ അർഹിച്ചിരുന്നില്ലേ? റോഡ്രിക്ക് ആണോ അത് അർഹിച്ചത്? മെസ്സി ആയിരുന്നില്ലേ അർഹിച്ചത്? ഈ ഫൈനൽ പ്രിവ്യൂസിനൊക്കെ മുമ്പ് അതുവരെ ഉണ്ടായിരുന്ന പവർ റാങ്കിങ്ങിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് കൊണ്ട് അത് ലൂസേഴ്സ് ഫൈനലിലാണ് എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ടിലേക്ക് പോയത്. 2 ഗോൾ സ്കോർ ചെയ്തു, ഒരു അസിസ്റ്റും അതിലുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ 8 ഗോൾ എല്ലാ കളിയും ഞാൻ പറഞ്ഞില്ല, വളരെ ഇമ്പാക്റ്റ് അർജന്റീനയുടെ വിജയത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ പ്ലെയറാണ് മെസ്സി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കരുതിയിരുന്നത് ഫൈനലിൽ ഒരു അസിസ്റ്റോ എന്തെങ്കിലും ഒരു രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇനി തോറ്റിരുന്നെങ്കിൽ പോലും മെസ്സിക്ക് അവിടെ ഒരു ഗോൾഡൻ ബോളിനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് മെസ്സിക്ക് കൊടുക്കാതിരുന്നത് ഇന്നലെ മെസ്സി ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഒന്നും നമുക്ക് മെസ്സിയെ എന്ന് പറയാവുന്ന ഒരു നീക്കം പോലും, മെസ്സിയുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് കഴിയാവുന്ന ഒരു നീക്കം പോലും മെസ്സിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതായിരിക്കും സ്വാഭാവികമായിട്ടും അത് നമ്മുടെ റോഡ്രിയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് 2 കാര്യങ്ങൾ ചേർത്ത് പറയാനുണ്ട്. 98 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ റൊണാൾഡോ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അപസ്മാരവാദ പ്രശ്നങ്ങളൊക്കെ കാണുന്നു. എന്നിട്ടും അത്തവണ ഗോൾഡൻ ബോൾ അദ്ദേഹത്തിനാണ് കൊടുത്തത്. വേണമെങ്കിൽ മെസ്സിക്ക് അങ്ങനെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ബിലോ ആവറേജ് ടീമായ അർജന്റീനയെ ഫൈനലിലേക്ക് എത്തിച്ചത് മെസ്സി മാത്രമാണ്. റോഡ്രി നന്നായി കളിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ ടീമും നന്നായി കളിച്ച കൂട്ടത്തിൽ നന്നായി കളിച്ചു. കളക്റ്റീവ് എഫർട്ടാണ് സ്പെയിനെ നമ്മൾ പറയാറ്. അല്ലാതെ റോഡ്രിയുടെ മാത്രം ഒരു കപ്പാസിറ്റി കൊണ്ട് അവർ എത്തി എന്നല്ല. പക്ഷേ മെസ്സിയുടെ മാത്രം കപ്പാസിറ്റി കൊണ്ട് മാത്രമാണ് ടീം ഫൈനലിൽ എത്തിയത്. മറ്റൊരു കാര്യം, റോഡ്രി കഴിഞ്ഞ 2024 യൂറോ കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്നു. അന്നും ഇതേപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നതാണ്. അന്നത് ലമീൻ യമാലിനാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടിരുന്നതെന്നാണ് പലരും വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവരുടെ മധ്യനിരയിൽ മറ്റ് ചില താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയ വേറെ താരങ്ങളുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. ലമീൻ യമാലിന് പക്ഷേ മികച്ച യുവതാരത്തിനുള്ള അവാർഡ് കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു വരവോടുകൂടി റോഡ്രി അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, റോഡ്രിക്ക് വാലന്റിയർ കിട്ടുകയാണ്. വിനി ജൂനിയർക്ക് എല്ലാവരും കിട്ടുന്ന കരുതിയ വാലന്റിയർ റോഡ്രി കിട്ടുകയാണ്. വീണ്ടും റോഡ്രി അത്തരത്തിൽ വാലന്റിയറിലേക്ക് പോകുമെന്നാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ടത്. അത് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാന ചോദ്യമാണ്, സ്പെയിൻ അർഹിച്ച കിരീടമല്ലേ സ്വന്തമാക്കിയത്? വേൾഡ് കപ്പിൽ ഏറ്റവും നല്ല നമ്മൾ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ബെറ്റിംഗ് ഓഡുകളിൽ ഒക്കെ എല്ലാത്തിലും നമ്മൾ പ്രിവ്യൂകളിലൊക്കെ പറഞ്ഞിരുന്നത് സ്പെയിനാണ് ഫസ്റ്റ് ചാൻസ്. സ്പെയിന് അത് യൂറോപ്യൻ ചാമ്പ്യൻസ്, അതേപോലെ അവരെ മത്സരങ്ങളിലെ ഒരു കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് അൺബീറ്റൺ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റലിയുടെ റെക്കോർഡ് അവർ തകർത്ത് 2024 അവസാനം തോറ്റ് 38 മത്സരങ്ങൾ അൺബീറ്റൺ ആണ്. റെഗുലർ
ടൈമിൽ ഇറ്റലി 37 38. അപ്പോൾ ആ ഒരു റിമാർക്കബിൾ കൺസിസ്റ്റൻസി, ആ തുടർച്ചയായിട്ടുള്ള മത്സര വിജയങ്ങളും ഒക്കെ പെർഫോമൻസൊക്കെ വെച്ചിട്ട് സ്പെയിനിന് സാധ്യത. ഫ്രാൻസിന് പിന്നെ അതിന് ശേഷം വരുന്നുണ്ടായിരുന്നുള്ളൂ ഫ്രാൻസിനൊക്കെ. പിന്നെ ഫ്രാൻസിന് പിന്നെ ടൂർണമെൻറ്റ് പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് സാധ്യത പിന്നെ കൽപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ അവരുടെ മാരകമായിട്ടുള്ള ഒരു ഗംഭീര കളിയായിരുന്നു അവരുടെ ആക്രമണ നിരക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ സ്പെയിനിലേക്ക് തന്നെ ആർച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇവിടെ വന്നു അല്ലേ, ആ സ്പെയിനിലേക്ക് തന്നെ. അപ്പോൾ ഈ ടൂർണമെൻറ്റ് നിസ്സംശയം പറയാം, ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ടീം സ്പെയിനാണ്, യാതൊരു സംശയമില്ല. ഏറ്റവും മികച്ച ബ്രില്യൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസ് കളിച്ചില്ല എന്നല്ല, പക്ഷേ ഫ്രാൻസ് സെമി ഫൈനൽ വരെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കളികളിലും ഉടനീളം എന്താ പറയുക, അത്രമാത്രം മനോഹരമായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫുട്ബോൾ കളിച്ച ഏറ്റവും മികച്ച, ഒരു ഗോൾ മാത്രം വഴങ്ങി 14 ഗോൾ അടിച്ച് ഒറ്റ ഗോൾ 7 ക്ലീൻ ഷീറ്റ്. അപ്പം അത്രയും അബ്സല്യൂട്ട് ഡോമിനൻസോട് കൂടി കളിച്ച വേറൊരു ടീം ഈ വേൾഡ് കപ്പിലില്ല. ഇവർ മുന്നോട്ട് വന്ന വഴിയും അങ്ങനെയാണ്, ഏതെങ്കിലും ചെറിയ ടീമുകൾ മറികടന്നിട്ടല്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്ന് കേബോ വെർദെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് ശരി. ഉറുഗ്വായ്ക്കെതിരെയും ചെറിയ മാർജിനിലാണ് കയറി പോകുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നോക്കൗട്ട് സ്റ്റേജിൽ അവർ നേരിട്ട ടീമുകൾ പോർച്ചുഗൽ, അതുപോലെ ഫ്രാൻസ്, ബെൽജിയം ഇങ്ങനെയാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ പോർച്ചുഗലാണ് അർജൻറ്റീനയേക്കാൾ നല്ല ടീം. കാരണം പോർച്ചുഗൽ അറ്റ്ലീസ്റ്റ് സ്പെയിനെതിരെ പോരാടി നിൽക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ട്. അർജൻറ്റീന വളരെ മോശമായിട്ട് കളിച്ച്. അപ്പം പോർച്ചുഗലിൻ്റെ ടീം ഇതിനേക്കാൾ അർഹിച്ചിരുന്നില്ല. ഞാനൊരു കൺക്ലൂഷൻ ചോദിക്കാം. ടീം വെച്ച് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ എത്രയോ നല്ല ടീമാണ്. ഞാൻ പറഞ്ഞിട്ട് പോർച്ചുഗലിൻ്റെ ഒരു വിഷയം വന്നു വെച്ചെങ്കിൽ അവിടെ ഒരു ടീമായിട്ട് കളക്റ്റീവായ എഫേർട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെന്നല്ല, അവരുടെ പ്ലേയേഴ്സിനെ ഇൻഡിവിജ്വലി നമ്മൾ ഓരോ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് വേറെ ടീമുകളിൽ എവിടെയാണ് ഉള്ളത്. പക്ഷേ അവരുടെ പ്രശ്നം അതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ ഒരു ഭാഗത്തുണ്ടായിരുന്നു, ഇതുപോലെ ടീം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട്, അതേപോലെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ബോണ്ടിങ് പ്ലെയേഴ്സ് തമ്മിലുള്ള ആ ഒരു റാപ്പോ ഒന്നും പോർച്ചുഗൽ ടീമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇമോഷണൽ ഒരു കളക്റ്റീവ് അങ്ങനെയൊക്കെ ടീമായിട്ടൊക്കെ മെസ്സിക്ക് പോലും അണിനിരക്കുന്നതാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓവർ റിലയൻസ് ഓൺ മെസ്സിയെ അമിതമായിട്ട് ആശ്രയിക്കുന്നു. പിന്നെ ടീം എന്ന് പറയുന്നതില്ല, ആ ഒരു ഇമോഷണൽമ മാത്രം ടീം കളിക്കുന്നതാണ്. ആ ടീം അത് ക്വാളിറ്റി ചിലപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 2022 കളിച്ചപ്പോൾ ഇതൊന്നുകൂടി യങ്ങറായിരുന്നു അല്ലേ. ഈ പ്ലെയേഴ്സൊക്കെ എന്ന് പറയുന്നത് അവർക്കൊന്നുകൂടി ഫിസിക്കലി ഒന്നുകൂടി യങ്ങറായിരുന്നു, ഹെൽത്തി ആയിരുന്നു, നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ഈ പ്ലെയേഴ്സൊക്കെ എന്ന് പറയുന്നത് കൂടി ഏജിങ് ആണ്. അതേപോലെ തന്നെ അരയിൽ കളിക്കാൻ പറ്റുന്നില്ല, ക്വാളിറ്റി വൈസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ അറിയാതിരുന്നത് മെസ്സിയുടെ പെർഫോമൻസ് കൊണ്ടാണ്. പക്ഷേ ഈ ഫൈനലിൽ എന്ന് പറയുന്നത് മെസ്സിയുടെ ആ ഒരു പാത്ത് ഫുള്ള് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ അതാണ് ചോദ്യം. അതായത് നമ്മൾ ഈ സ്പെയിനോട് മാത്രം കളിച്ച കളി എടുക്കുക, ഞങ്ങൾ പോർച്ചുഗൽ സ്പെയിനെതിരെ കളിച്ച കളിയും നിങ്ങൾ അർജൻറ്റീനക്കാർ സ്പെയിനെതിരെ കളിച്ച കളി നോക്കുക. അപ്പോൾ പോർച്ചുഗലല്ലേ അർജൻറ്റീനയേക്കാൾ മികച്ച ടീം? തീർച്ചയായിട്ടും എനിക്ക് തോന്നിയില്ല. ടീം എന്നുള്ള പോർച്ചുഗൽ തന്നെയാണ്. അപ്പോൾ നിലവിൽ പോർച്ചുഗലും അർജൻറ്റീനയും തമ്മിൽ കളിക്കുകയാണെങ്കിൽ പോലും പോർച്ചുഗൽ ജയിക്കേണ്ടതാണ്. അപ്പോൾ ടീം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ കളിക്കേണ്ടത് ഇതേപോലെ തന്നെ ബോണ്ടും റാപ്പും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആ കാര്യത്തിലൊരു കൺക്ലൂഷൻ. എന്തായാലും അർഹിച്ച കിരീടമാണ് സ്പെയിൻ സ്വന്തമാക്കിയത്. നമുക്ക് കൂടുതൽ വിശകലനങ്ങളായിട്ട് വീണ്ടും കാണാം.